എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. വീണ്ടും പഹൽഗാം ആവർത്തനം. മുംബൈയിൽ കലിമ ചൊല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അവിടെയുള്ള 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു വധിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് സുബൈർ അൻസാരി എന്ന മുസ്ലിം തീവ്രവാദി. മുംബൈയിലെ മീര റോഡിലെ നയാനഗർ എന്ന പ്രദേശത്താണ് ഈ കൊടും ഭീകരന്റെ ആക്രമണം. ഈ ആക്രമണത്തെ തുടർന്ന് സുബൈർ അൻസാരിയുടെ വീട്ടിൽ തെരച്ചിൽ നടത്തിയപ്പോൾ നിരോധിത ഭീകര സംഘടനയായ IS-മായി ബന്ധപ്പെട്ട രേഖകളും കുറിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ടത്രേ. ഒറ്റ ചെന്നായ്ക്കൾ നിങ്ങളുടെ മേൽ പതിയുമെന്നും ഇനി മുതൽ നിങ്ങൾ മുഷ്കറിൻ ബിലാദ്, ഹിന്ദിൽ യഥാർത്ഥ ജിഹാദ് കാണുമെന്നുമുള്ള കുറിപ്പുകളാണ് സുബൈർ അൻസാരിയുടെ ഗൃഹത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലേക്ക് കൈമാറിയിട്ടുണ്ട്. മൊബൈൽ ഡാറ്റ, ബ്രൗസിംഗ് ഹിസ്റ്ററി, ആശയ വിനിമയ രേഖകൾ ഇവയൊക്കെയും വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഈ സുബൈർ അൻസാരി പള്ളിയിലേക്ക് പോകുന്ന വഴി ചോദിച്ചിട്ടാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അരികിലേക്ക് വരുന്നത്. അവർക്കരികിലേക്ക്, അതായത് ജീവനക്കാർക്കരികിലേക്ക് എത്തിയ ശേഷം സുബൈർ അൻസാരി കലിമ ചൊല്ലാൻ പറയുകയും നിങ്ങൾ മുസ്ലിമാണോ എന്ന് ചോദിക്കുകയും ചെയ്തത്രേ. എന്നാൽ ഈ സെക്യൂരിറ്റി ജീവനക്കാർ കലിമ ചൊല്ലാൻ വിസമ്മതിക്കുകയും ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയുകയും ചെയ്തപ്പോഴാണത്രേ കത്തി കൊണ്ട് ആക്രമിച്ചത്. പുറത്തുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച ശേഷം നേരെ ക്യാബിനിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തു. ഈ അൻസാരി എന്ന് പറയുന്ന വ്യക്തി, സുബൈർ അൻസാരി, ഒരു സയൻസ് ബിരുദധാരിയാണ്. ഇവരൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? തലച്ചോറും മതത്തിന്റെ ചിതലരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനു മുന്നേയും സയൻസ് പഠിക്കുകയും ഡോക്ടറാവുകയും ചെയ്ത ആൾക്കാർ ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു പുരുഷന്മാരെയും തെരഞ്ഞുപിടിച്ച് വന്ധ്യംകരണത്തിനുള്ള മരുന്നാണ് അത്ര കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആവണക്കിന്റെ കുരുവിൽ നിന്ന് അതിഭയാനകമായ അതിഭീകരമായ വിഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടത്രേ. ഇത് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറേയേറെ ഡോക്ടർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീവ്രവാദ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അതേ കാറ്റഗറിയിൽപ്പെട്ട തന്നെയാണ്. ഈ സുബൈർ അൻസാരി വർഷങ്ങളായിട്ട് അമേരിക്കയിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് സുബൈർ അൻസാരി ഇന്ത്യയിലേക്ക് വരികയും മീര റോഡിൽ ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്തിരുന്നത്. കൂടാതെ ഓൺലൈൻ കെമിസ്ട്രി ട്യൂട്ടറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടത്രേ. സോഷ്യൽ മീഡിയ, വീഡിയോ പ്ലാറ്റ്ഫോമുകൾ, മെസ്സേജിംഗ് ആപ്പ് എന്നിവയിലൂടെയൊക്കെ ഇയാൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്രേ. പഹൽഗാമിൽ എത്തിച്ചേർന്ന തീവ്രവാദികളെ പോലെ തന്നെ തദ്ദേശ തീവ്രവാദികൾ വ്യാപകമായി ഒളിച്ചിരിപ്പുണ്ട്. അവരൊക്കെയും അവസരം വന്നു കഴിഞ്ഞാൽ കാഫിറുകൾക്ക് നേരെ കലിമ ചൊല്ലാൻ അറിയാത്തതിന്റെ പേരിൽ കഴുത്തറുക്കുക തന്നെ ചെയ്യും. കാരണം പഹൽഗാമിൽ 26ഓളം കാഫിറുകൾ, അതായത് ഹിന്ദുക്കൾ അരുംകൊല ചെയ്യപ്പെട്ടത് കലിമ ചൊല്ലാൻ അറിയില്ല എന്ന ഒറ്റ കാരണത്താലാണ്. ഇന്നലെ മുംബൈയിൽ നടന്ന ആക്രമണവും ആ 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് കലിമ ചൊല്ലാൻ അറിയില്ല, അവർ ഹിന്ദുക്കളായിരുന്നു എന്നതുകൊണ്ടാണ്. പഹൽഗാമിൽ തീവ്രവാദം നടത്തിയ തീവ്രവാദികളും മുംബൈയിൽ നയാനഗറിൽ ആക്രമണം നടത്തിയ സുബൈർ അൻസാരി എന്ന് പറഞ്ഞ തീവ്രവാദിയും ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും വായിക്കുന്നത് ഒരേ പുസ്തകമാണ്. ഇവരൊക്കെയും ഈ പുസ്തകത്തിലെ ആശയത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എങ്കിൽ അത് ലോകത്തുള്ള എല്ലാ കാഫിറുകൾക്കും ആപത്ത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമല്ല. നിങ്ങളുടെ മതമാണ് പ്രശ്നം. മതം മാത്രമാണ് പ്രശ്നം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.